ലോകത്തിന് സമാധാനം വിളംബരം ചെയ്യുന്ന ഒരു സമൂഹമാണ് പെന്തിക്കോസ്ത് സമൂഹം. ആവേശത്തോടെയുള്ള കവലപ്രസംഗങ്ങളും ആവേശത്തിലുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ വാക്കുവാദങ്ങളും നടക്കുന്ന നടുവിൽ സമാധാനം കെടുത്തിക്കണ്ട് കളയുന്ന ഒരു അന്തരീക്ഷത്തിൽ ലോകത്തിനൊരു സമാധാനം കൊടുക്കുവാൻ ദൈവസഭയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് ദൈവമക്കൾ ഇന്ന് രാത്രി തിരിച്ചറിയണം. നാം പ്രാർത്ഥിക്കുന്നതും നാം പ്രസംഗിക്കുന്നതും നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പരമാർത്ഥയോടെ ജീവിക്കുന്നതുമൊക്കെ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഞങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, അത് നിങ്ങൾക്കും അവകാശമാക്കാം. ഈ കൺവെൻഷൻ കൊണ്ട് അർത്ഥമാക്കേണ്ടത് അതൊക്കെയാണ്. നന്നായി ആൾക്കാർ കൂടി, നല്ല ഓർഗനൈസേഴ്സ്, അവരെ അഭിനന്ദിക്കുന്നു. നമ്മുടെ ലീഡേഴ്സ് അവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഉത്തമമായി ഉദാത്തമായുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. നല്ല സിസ്റ്റങ്ങളൊക്കെ അത് ഉപയോഗിക്കത്തക്കവണ്ണം പ്രാഗൽഭ്യമുള്ള പ്രാവീണ്യമുള്ളവരെ ഒക്കെ ദൈവം നമുക്ക് തന്നു. കടന്നു വന്ന ജനം എല്ലാം അനുഗ്രഹമായിരുന്നു. പക്ഷേ ഇത് കഴിയുമ്പോൾ, ഇന്ന് രാത്രി പന്തൽ വിട്ട് പുറത്തു പോകുമ്പോൾ ഈ പട്ടണത്തോട് നമുക്ക് പറയുവാനുള്ള സന്ദേശം ഇതാണ്: ഞങ്ങൾ ഇവിടെ കൂടിയതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഒരിക്കൽ പാപാന്തകാരത്തിൽ കിടന്ന ഞങ്ങളെ പടുകുഴിയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ ഉള്ളിൽ സമാധാനം നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ ആവേശത്തോടെ ഓരോ രാത്രിയിലും ഓരോ പകൽക്കാലം കൂടെ കടന്നു വന്നത്. അത് ഇന്നുകൊണ്ട് തീരുകയില്ല. ഞങ്ങളുടെ മൂക്കിൽ ജീവശ്വാസം ഉള്ളിടത്തോളം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ജീവനുള്ളതൊക്കെയും 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 യഹോവയെ സ്തുതിക്കട്ടെ. അതിൽ കുറഞ്ഞ് നമുക്ക് എന്താ വേണ്ടത് ദൈവമക്കളെ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സ്തുതിക്കണം? സങ്കീർത്തനക്കാരൻ പറയുക, ഇടം വലം നോക്കണ്ട, മൂക്കിൽ ജീവശ്വാസം ഉണ്ടോ, ആരാധന കുറയ്ക്കണ്ട. സന്തോഷമെന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയതല്ല സന്തോഷം. വചനപ്രകാരം സന്തോഷം എന്താണെന്ന് പഠിച്ചാൽ സമാധാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷം എന്നതിൻ്റെ ഒരു വാക്കിലെ അർത്ഥം ഗ്രഹിച്ചിട്ട് പോയാൽ അത് വളരെ എളുപ്പമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ ഇതൊക്കെയും നിങ്ങളോട് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്നും എൻ്റെ പിതാവ് തോട്ടക്കാരനാണെന്നും എന്നിൽ നിങ്ങൾ വസിക്കണമെന്നും ഒക്കെ പറഞ്ഞ് ശിഷ്യത്വത്തിൻ്റെ വിലയുമൊക്കെ നിങ്ങളെ പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരു തേജോ വിചാരമുണ്ട്. എന്താ അതെന്നറിയാമോ? ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. തീർന്നില്ല, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. അപ്പം രണ്ടുപേര് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. മൂന്നാമത് കേട്ടോണ്ട് നിൽക്കുന്ന എനിക്കൊരു ആവേശം, ഇവരെ ഇത്ര സന്തോഷിപ്പിച്ച കാര്യം എന്താണ്? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഞാനും വാടിയ മുഖത്തോടൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോഴാണ് രണ്ടുപേരും ഇരുന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, സഹോദരങ്ങളെ, നിങ്ങളെന്താ തമ്മിൽ സംസാരിച്ചത് ഇത്ര ചിരിക്കാൻ? അപ്പോൾ അവർ പറയുന്നു, ഇന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു പുഞ്ചിരിയെങ്കിലും വരും. അപ്പോൾ ശിഷ്യഗണത്തോട് യേശു പറയുന്നു, ഞാനിത് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനാണ്. അപ്പോൾ നമുക്കറിയണ്ടേ യേശു എന്താ സംസാരിച്ചതെന്ന്. അതറിഞ്ഞാൽ നമ്മളും ഇന്ന് രാത്രി ആത്മാവിൽ സന്തോഷിക്കാൻ തുടങ്ങും. എന്താ? രണ്ട് കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. ഭയപ്പെടുകയൊന്നും വേണ്ട. ഒന്ന്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ ഞാൻ വെട്ടിക്കളയും. ആർക്കും ചിരി വരുന്നില്ല. സ്തോത്രം. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ ശിഷ്യഗണത്തിന് തികഞ്ഞ സന്തോഷമുണ്ടാക്കുവാൻ യേശു പറഞ്ഞ രണ്ട് പ്രസ്താവന: ഫലമില്ലാത്തത് വെട്ടിക്കളയും, രണ്ട് ഫലമുള്ളത് ചെത്തി വെടിപ്പാക്കും. ഈ രണ്ട് കാര്യ നിമിത്തമാ ദൈവമക്കളുടെ സന്തോഷം. ഒന്ന്, ദൈവകൃപ ചോർത്തിക്കളയതിനെ മുറിച്ചു കളയുകയും പ്രയോജനമുള്ളതിനെ വീണ്ടും ചെത്തിക്കൊണ്ടുമിരിക്കുന്ന ആത്മീക പോഷണമാണ് ദൈവസഭയുടെ സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ വേദന ഒഴിഞ്ഞിട്ട് ഒരു നിമിഷമില്ലെന്ന് തിരിച്ചറിയണം. അതൊരു ആത്മീക സുഖമാണ് ദൈവമക്കളെ. ചില വേദനകളൊക്കെ, സർജറിക്ക് പോകുമ്പോൾ വേദനയുണ്ടെന്ന് നമുക്കറിയാം, ഡോക്ടറുടെ വിശ്വാസമുണ്ട്, കത്തി കൊണ്ട് മുറിയുമെന്നറിയാം. എന്നാലും നമുക്കറിയാം ഇത് കഴിയുമ്പോൾ ഒരു സുഖമുണ്ടെന്ന്. സ്വർഗത്തിൻ്റെ കൈ തൊടുന്നതെല്ലാം ആദ്യം അല്പം വേദനയാണെങ്കിലും പിന്നത്തേതിൽ നിലനിൽക്കുന്ന സന്തോഷം. കായ്ക്കാത്തത് വെട്ടിക്കളയുന്നു, ദൈവകൃപ ചോർത്തിക്കളയുന്നത്, ദൈവരാജ്യ പ്രവേശനം സാധ്യമാക്കാത്തത്, ദൈവസഭയ്ക്ക് മുറിവേൽപ്പിക്കുന്നത്, ദൈവനാമത്തിന് അപമാനം വരുത്തുന്നത്, വചനവിരുദ്ധമായതിനെയൊക്കെ ഏത് വലിയ വൃക്ഷമാണെങ്കിലും അതിനെ വെട്ടിക്കളയുവാൻ മടിയില്ലാത്ത ഒരു ആത്മീയ ജീവിതത്തിന് ഉടമസ്ഥരായി മാറണം. ഹല്ലേലൂയ. ഇടുക്ക് വാതിൽ കൂടെ വേണം അകത്ത് കിടക്കുവാൻ. ദൈവരാജ്യത്തിൻ്റെ വാതിലിന് ഒത്തിരി വീതി കുറവാണ് ദൈവമക്കളെ. പന്തലിൻ്റെ വലിപ്പമല്ല ദൈവരാജ്യത്തിൻ്റെ വാതിൽ, വളരെ ഇടുക്കമാണ്. അതിനെക്കുറിച്ച് യേശു പറഞ്ഞു, വാതിൽ ഇടുക്കം, അല്ലെങ്കിൽ ഞെരുക്കം, പോകുന്നവർ ചുരുക്കം. ആ ചുരുങ്ങിയ എണ്ണത്തിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ വെട്ടേണ്ടതിനെ വെട്ടണം, ചെത്തേണ്ടതിനെ ചെത്തണം. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കിലേക്ക്
3 സുവിശേഷങ്ങളൂടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ ലൂക്കോസ് 18-ാം അധ്യായത്തിലുണ്ട്, മറ്റധ്യായങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഒരു യൗവനക്കാരൻ, അവൻ ധനാഢ്യനായിരുന്നുവെന്നും ന്യായശാസ്ത്രി ആയിരുന്നുവെന്നും നിയമജ്ഞനായിരുന്നുവെന്നൊക്കെ ചേർത്ത് പഠിക്കുവാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അവൻ വന്നിട്ട് യേശുവോട് പറഞ്ഞു, ഗുരു സ്തോത്രം, നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നീ കൽപ്പനയൊക്കെ അനുസരിച്ചാൽ മതി. അപ്പോൾ ഏതാ വലിയ കൽപ്പന? അപ്പോൾ അവൻ പറഞ്ഞ്, യേശു പറഞ്ഞ എല്ലാ കൽപ്പനയും ബാല്യം മുതൽ അനുസരിക്കുക. ലൂക്കോസ് 18:21 തൊട്ട് 10ൽ 10 മാർക്ക്. നമുക്കറിയാവുന്ന 10 കൽപ്പന ഇട്ട് കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ 10 കൽപ്പനയ്ക്ക് പരീക്ഷ ഇട്ടാൽ എത്ര മാർക്ക് കിട്ടും? 90% വരെയൊക്കെ കിട്ടുന്നവർ കണ്ടേക്കാം, നിങ്ങൾ ഭാഗ്യവാന്മാർ. പക്ഷേ ഈ യൗവനക്കാരന് 100ൽ 100 മാർക്ക് A+ വാങ്ങിച്ച് നിൽക്കുക. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഒരു കുറവ് നിനക്കുണ്ട്. A+ കിട്ടിയവൻ എന്തുണ്ട്? പറഞ്ഞാട്ട് ദൈവമക്കളെ, ഒരു കുറവുണ്ട്. അപ്പോൾ ഈ 2023 വാരിക്കൂട്ടിയതിൻ്റെ കണക്കല്ല, ക്രിസ്തുവിന് വേണ്ടി എന്ത് വലിച്ചെറിയാമെന്നത് കണ്ടുപിടിക്കണം. നമ്മളൊക്കെ ഞായറാഴ്ച സാക്ഷ്യത്തിന്, എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ സഭകളിലൊക്കെ സാക്ഷ്യം ഉണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ സഭകളിൽ ഒരു കാലഘട്ടത്തിൽ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള അവസരങ്ങളില്ലാത്തത് കൊണ്ട് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. സാക്ഷ്യം പറയുവാൻ അവസരം കിട്ടിയാൽ ആവേശത്തോടെ പറയും, കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് ഐശ്വര്യമായി നടത്തി, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ക്ഷേമമായി നടത്തി. പക്ഷെ അതിൻ്റെ നടുവിലൊന്നും ഇന്ന് വരെ കേട്ടിട്ടില്ല. സന്തോഷിപ്പിച്ച വാക്യങ്ങളല്ലാതെ ശുദ്ധീകരിച്ച ഒരു വാക്യവും കേട്ടിട്ടില്ല. സങ്കീർത്തനമാണ് നമ്മുടെ ആവേശം. ചുമ്മാ അതൊന്ന് നോക്കി, നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദപുസ്തകം വയറിങ്ങനെ ഉന്തി സങ്കീർത്തനം നിൽക്കുന്നതിൻ്റെ കാരണം നല്ല അക്ഷരം അകലത്തിൽ വായിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ്റെ മേൽ ഇടുത്തി വീഴണമേ എന്നുള്ള വാക്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ഇഷ്ടമാണ് പ്രാർത്ഥിക്കാനൊക്കെ. സങ്കീർത്തനം തുറന്നാൽ ഉടനെ നമുക്ക് കിട്ടുന്നത് സങ്കീർത്തനവുമാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, സങ്കീർത്തനം ഒരു കുഴപ്പമുള്ളതല്ല. വായിക്കണം, ആവേശത്തോടെ വായിക്കണം, ആരാധിക്കണം. തൊട്ടപ്പുറത്ത് സദൃശ്യവാക്യം കൂടെ ഉണ്ട്, ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കുന്നത് നന്നായിരിക്കും, ജീവിതം നന്നായി പോകും. അങ്ങനെ തുടർന്ന് ലേഖനങ്ങൾ എല്ലാം വായിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ ശുദ്ധീകരിച്ചൊരു വചനം എന്ന് പറഞ്ഞ് ഇതുവരെ ആരും എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്ന കേട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാഴ്സനേജിലാണ് വളർന്നത്. അതുകൊണ്ട് രാവിലെ സഭായോഗത്തിന് പായിടുന്ന ജോലി ഞങ്ങൾക്കായിരുന്നു, മക്കളായ ഞങ്ങൾക്കാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പായിട്ട് വരുമ്പോൾ ചില ചിതൽ നിന്ന പോലെ ചില സ്ഥലങ്ങൾ കൃത്യമായി അവിടെ വള്ളിയില്ല പായ്ക്ക്. അന്വേഷിച്ചു വരുമ്പോൾ സന്തോഷിപ്പിച്ച വാക്യത്തിന് അടയാളം വെക്കുന്നതാണ് സഭയിലെ മൂപ്പന്മാർ. അങ്ങനെ എലി കടിച്ചതുപോലെ പല പായുടെ വള്ളിയും അവിടെ ഉണ്ട്. നല്ല വാക്യങ്ങളാണ് വായിക്കുന്നത്, പക്ഷെ പൂർവാധികം ശക്തിയോടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം സന്തോഷിപ്പിച്ച വാക്യങ്ങളാ. പക്ഷെ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇന്ന് രാത്രി വചന ശുശ്രൂഷ കൊണ്ട് ഉപരിപ്ലവമായ ആഘോഷങ്ങളല്ല, ആഴത്തിൽ വേരൂന്നിയ ആത്മീക സന്തോഷം വരണമെങ്കിൽ അത് നമ്മെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. 2023 സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. സന്തോഷം. ആ മനുഷ്യനോട് പറയും, നിനക്കൊരു കുറവുണ്ട്. അവൻ തിരിഞ്ഞു നോക്കി, എന്ത് കുറവാ? 10 കൽപ്പന അനുസരിക്കുന്ന എനിക്കൊരു കുറവോ? യേശു പറഞ്ഞു, പോയി നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ ദുഃഖിതനായി പോയി. അവൻ്റെ വീടും സ്ഥലവും കാറും എല്ലാം വിറ്റിട്ട് അവനെ പട്ടിണി കോലമാക്കി പാപ്പരാക്കി നടത്തുന്നതല്ലല്ലോ യേശുവിൻ്റെ പ്രസ്താവനയുടെ അർത്ഥം. അവൻ്റെ സമ്പത്തും അവൻ ഏതിൽ അഭിമാനിക്കുന്നു? 10 കൽപ്പന മാനിക്കുന്നവൻ്റെ ഹൃദയത്തിനകത്താണോ മണ്ണിലാണോ സ്വത്ത് വേരിറങ്ങിയതെന്ന് ദൈവത്തിനറിയണം. ദൈവമക്കളെ, നിങ്ങൾക്ക് ഏത് നന്മയുമാകാം. നേരായ മാർഗത്തിൽ സമ്പാദിക്കുന്ന ഏത് നന്മയും നിങ്ങൾക്കാകാം. പക്ഷേ അത് മണ്ണിലെ വേരിറങ്ങാവൂ, മനസ്സിൽ വേരിറങ്ങരുത്. മണ്ണിൽ വേരിറങ്ങുന്ന കെട്ടിടമാകാം, മണ്ണിൽ വേരിറങ്ങുന്ന വാഹനമാകാം, മണ്ണിൽ വേരിറങ്ങുന്ന നന്മകളാകാം. പക്ഷേ അത് ഒരു പ്രാവശ്യമെങ്കിലും ഹൃദയത്തിൽ വേരിറങ്ങിയാൽ നമുക്ക് തെറ്റി. പ്രൈസ് ദി ലോർഡ്. പഴയ കാലത്ത് ഭക്തന്മാരൊക്കെ അങ്ങനെ പാടിയത്. ആശപാശമാകുന്ന കുറ്റികളൊക്കെ പാടെ ഇളക്കിക്കൊണ്ട് വേണം ആത്മീയയാത്ര തുടരുവാൻ. ഇന്ന് രാത്രികാലം വിശ്വാസയാത്രയിൽ നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കണം. അവൻ പെട്ടെന്ന് അങ്ങ് മടങ്ങിപ്പോയി ദുഃഖിച്ച്. ആ പോകുന്ന പോക്കിൽ ശിഷ്യന്മാർ പറഞ്ഞു, ഇങ്ങനാണെങ്കിൽ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണ്. യേശു പറഞ്ഞു, അത് മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യമാണ്. അതിനൊരു ഉദാഹരണം യേശു പറഞ്ഞു. അതാ എൻ്റെ ആരംഭ സന്ദേശം. എന്താണ് ദൈവരാജ്യത്തിൻ്റെ ഇടുക്കു വഴിയിൽ കൂടി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ? യേശു പറഞ്ഞു, അത് ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഒട്ടകം
സൂചിയുടെ കുഴയിൽ കൂടെ പോകുന്നതാ ദൈവരാജ്യ പ്രവേശനം. ഇനി ഒട്ടകത്തെ കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് ചിരിച്ചാൽ മതി. കൈപൊക്കാൻ പറഞ്ഞാൽ കൈപൊക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒട്ടകത്തെ കണ്ടിട്ടുണ്ട്, ഇനി സൂചിയും കണ്ടിട്ടുണ്ട്. ഈ രണ്ടും കൂടെ ഒന്ന് മനസ്സിലേക്ക് വന്നാട്ടെ. സൂചിക്ക് ഒരു കുഴയുണ്ട്. സൂചിയെക്കാട്ടി ചെറുതാണ് സൂചിയുടെ കുഴ, ഐ ഓഫ് ദ നീഡിൽ. ഒരു തയ്യക്കാരനോട് ചോദിക്കൂ, ഡിസൈൻ ചെയ്യുന്നതാണോ തുണി വെട്ടുന്നതാണോ അതോ സൂചിയുടെ ഇടയ്ക്കൂടെ നൂല് കടത്തുന്നതാണോ ബുദ്ധിമുട്ടുന്നത്? ഒരു തയ്യക്കാരൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ സൂചിക്കുഴയിൽ കൂടെ ഒരു നൂല് കടത്തുന്നത്. ഇവിടെ നമുക്ക് കടത്തേണ്ടത് നൂലല്ല, ഒട്ടകത്തെ വേണം അക്കരെ കയറ്റിവിടാൻ. ദൈവരാജ്യത്തിൻ്റെ വാതിലായി സൂചിക്കുഴ എന്ന ദൈവവചനം അവിടെ നിൽക്കുന്നു. പക്ഷേ വന്നു നിൽക്കുന്നതോ ഞാനെന്ന ഒട്ടകമാണ്. ദൈവവചനം പറയുന്നു കയറാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണം? പിന്നെ നമുക്കെന്ത് പിണക്കാൻ പറ്റുമോ? സംഘടനയായിപ്പോയില്ലേ, സഭയായിപ്പോയില്ലേ? അതുകൊണ്ട് ഒട്ടകത്തെ പിണക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സൂചിയുടെ കുഴ അങ്ങ് വലുതാക്കി. ഇപ്പം ഏത് ഒട്ടകത്തിനും കടന്നു പോകാവുന്ന വലിപ്പത്തിലുള്ള സൂചിക്കുഴകളായിപ്പോയി നമ്മുടെ ആത്മീയ ലോകം. എന്തും കാണിച്ചിട്ട് സ്റ്റേജിൽ കസർത്ത് നടത്താം, എന്തും കാണിച്ചിട്ട് നേതൃത്വങ്ങളിലേക്ക് വരാം, എന്തും കാട്ടിക്കൂട്ടിയിട്ട് കൈയടിക്കാം, എന്തും ചെയ്തിട്ട് പ്രസംഗിക്കാം, എന്തും ചെയ്തിട്ട് ആരാധിക്കാം. ഇല്ല, സൂചിയുടെ കുഴയുടെ വലിപ്പം മാറ്റുകയല്ല, ഒട്ടകത്തെ പട്ടിണിക്കിട്ട് സൂചിക്കുഴയുടെ പരുവത്തിലാക്കുന്നതാ ദൈവരാജ്യ പ്രവേശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിലുള്ളത് എവിടൊക്കെ മാറ്റണം? യേശു പറഞ്ഞു എളുപ്പമാ, വെറും നിസ്സാരം. സൂചിക്കുഴയുടെ പോകണമോ? കണ്ണിടർച്ച വരുത്തിയാൽ ചൂഴ്ന്ന് കളക, കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കളക, കാലിടർച്ച വരുത്തിയാൽ വെട്ടിക്കളക. രണ്ട് കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ എരിയുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ദൈവരാജ്യ പ്രവേശനം, അതത്രേ സന്തോഷം. രണ്ട് കൈ ഉള്ളവനായി കൈ വീശി നടന്നിട്ട് ദൈവരാജ്യം അന്യം നിന്ന് പോയാൽ ഇല്ല. മുറിച്ച് കളയേണ്ട വാക്കുകൾ, മുറിച്ച് കളയേണ്ട ചിന്തകൾ, അല്ലെ ചൂടുന്ന് കളയേണ്ട അല്ലെ സ്വഭാവങ്ങളെ ഇന്ന് രാത്രി ചൂടുന്ന് കളഞ്ഞ് ദൈവരാജ്യ പ്രവേശനം ധാരാളമായി സാധിപ്പിച്ചെടുക്കണം. ഇതാ ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ മർമ്മം, അതാ സന്തോഷം. ചെത്തിക്കളക, മുറിച്ച് കളക. ഈ രണ്ട് മിനിസ്ട്രി, ശുശ്രൂഷ ദൈനംദിനം ചെയ്യുന്നവരാണ് ദൈവമക്കൾ. ആകാത്ത കൊമ്പുകൾ മുറിച്ച് കളക, പ്രയോജനമുള്ളത് ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇതിനാണ് സന്തോഷം എന്ന വചനത്തിൻ്റെ വ്യാഖ്യാനം. അതിന് സമാനമായും അല്പം കൂടെ മുകളിൽ നിൽക്കുന്നതാണ് സമാധാനം എന്ന വിവക്ഷ. അപ്പോൾ ഒന്ന്, സമാധാനത്തിൻ്റെ ഉറവിടം എന്താണെന്ന് നമുക്കറിയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമാധാനം കൊതിക്കുന്നവരാണ്. സ്തോത്രം. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം കിട്ടും. അറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുകയോ വായിക്കുവാൻ സമയമെടുക്കുന്നില്ല. സമാധാനത്തിൻ്റെ ഉറവിടം, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 14:27 യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇനി അടുത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ലോകം തരുന്നത് പോലെ അല്ല. ഈ 14-ാം അധ്യായം നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഡിസ്കൗണ്ട് ഓഫറിൻ്റെ സമയമാണ്. 14-ാം അധ്യായത്തിൽ അടച്ചിട്ട മുറിക്കകത്ത് ശിഷ്യഗണങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് യേശു വിടവാങ്ങൽ പ്രസംഗം നടത്തി തുടങ്ങുകയാണ്. തുടർന്നങ്ങോട്ട് ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ ഓഫർ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞു. പെന്തിക്കോസുകാരല്ല, വിശേഷ മലയാളികൾ സാധനം കൈ കിട്ടാതെ സമ്മതിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് ഫിലിപ്പോസ് കയറി ചോദിക്കുന്നു, വഴി കാണിച്ചതാ? ഹല്ലേലൂയ. ഉടനെ ഒരാൾ പറയുന്നുവല്ലോ, വഴി പറഞ്ഞതാ, പിതാവിനെ കാണിച്ചതാ. തോമസ് പറയുന്നു, ഞങ്ങൾക്ക് അവിടെ പോകാൻ വഴി അറിയണം. യേശു പറഞ്ഞു, അതൊന്നും വിഷമിക്കണ്ട. അവസാനം ചോദിച്ച് ആധാരമെടുത്ത് കൈ തന്നതാ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. എന്താ സമാധാനം? എഫേസ്യർ 2:14 യേശുവിൻ്റെ സമാധാനം, അവൻ നമ്മുടെ സമാധാനം. യേശു അകത്തിരിക്കുന്നതാ സമാധാനം. ഹല്ലേലൂയ. ഒരു കവലപ്രസംഗം പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ 2023 ആടിയുലഞ്ഞ മനസ്സുകളെ ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് നിയോഗം തന്നിരിക്കുന്നു. ക്രിസ്തു അകത്ത് വസിക്കുന്നതാ സമാധാനം. എൻ്റെ സമാധാനം. അതെന്താ സമാധാനം? അതറിയണമെങ്കിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കണം. അതിനു മുമ്പ് യേശു എന്താണ് സമാധാനം എന്നതിൻ്റെ ഒരു സൂചന തന്നു. അതാണ് യോഹന്നാൻ 14 2 വാക്യം കഴിഞ്ഞ് 30-ാമത്തെ വാക്യം. യോഹന്നാൻ 14:30 കുറിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞു പോകാം. യേശു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. ലോകത്തിൻ്റെ പ്രഭു, പ്രിൻസ് ഓഫ് ദിസ് എയർ, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. അവനും ഞാനുമായിട്ട് ഒരു കാര്യമില്ല. ഈ തിരിച്ചറിവാ സമാധാനം. ഒന്നും കൂടെ വിശദീകരിക്കാം. ഈ ലോകത്തിൻ്റെ പ്രഭുവിന്, അർത്ഥാൽ പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന തൻ്റെ ഇടമാ സമാധാനം. ഹല്ലേലൂയ.
നിങ്ങൾക്ക് ആവേശം വന്നാലും ഇല്ലേലും എനിക്ക് ഭയങ്കര ആവേശമാണ്, അല്ലല്ലേ? ആവേശത്തോടെ അലറി വരുന്ന പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ശുശ്രൂഷയിലും ഇല്ല എന്ന് ഒരുവന് പറയാൻ പറ്റിയാൽ അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മീക ഫലമാ സമാധാനം. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നിൽ ഒരു സ്ഥാനമില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് പിശാചിന് അവകാശം പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിൻ്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വലിയ ആവേശമാണ്, ദൈവദാസന്മാരുടെ പ്രസംഗ വിഷയമാണ്. 1-ാം അധ്യായം നമ്മളൊന്ന് വായിച്ചാൽ ഇങ്ങനെയാണ്, പിശാചിനോട് ദൈവം സാക്ഷ്യം പറയുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഭയിൽ ഒരു സാക്ഷ്യം പറയാൻ തന്നെ ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് എന്നെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഊസിൽ ഒരു മനുഷ്യൻ എനിക്കുണ്ട്. പിശാചിനോടാണ് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ സ്ഥലം പറഞ്ഞിട്ട് കോട്ടയോ ചങ്ങനാശ്ശേരിയോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന പുതുപ്പള്ളിയോ എന്തു ആയിക്കോട്ടെ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് എനിക്കൊരാളുണ്ട് എന്ന് ദൈവത്തിന് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ? എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നതിന് ആരുമില്ല. നമ്മളാണെങ്കിൽ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? അയ്യോ അറിയാമോ ചാക്കോച്ചാനെ, തെറ്റിദ്ധരിക്കല്ലേ, എൻ്റെ പേരെന്നായിരുന്നോട്ടെ ഷിബു, ഹല്ലേലൂയ, തെറ്റിദ്ധരിക്കരുത്. 7000 ആടുള്ള ഷിബുവിനെ അറിയാമോ? 3000 ഒട്ടകം ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുള്ള ഇയ്യോബിനെ അറിയാമോ? 1000 കാളയും 500 കഴുതയുമുള്ള ഇയ്യോബിനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത്. ഇടത്ത് റൈറ്റ് റവറൻഡും വലത്തുവശത്ത് ഡിഗ്രിയും ഒക്കെ ചേർത്ത് വെച്ചാൽ നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ദൈവം ഒരുവനെ പരിചയപ്പെടുത്തുന്നത് അവൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മളെ ഇങ്ങനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി ദൈവമക്കൾ. അപ്പം പിന്നെ ചോദിക്കും, അവിടെ എഴുതി വെച്ചിരിക്കുന്നല്ലോ ഈ ഇയ്യോബിൻ്റെ വീട്ടിൽ 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയും ഇഷ്ടം പോലെ ദാസിദാസന്മാരും 10 മക്കൾക്ക് വീടുമൊക്കെ ഉണ്ടല്ലോ. അതെന്തിനാ? അത് ഇത്രയേ ഉള്ളതിനർത്ഥം ദൈവം അറിയാത്തൊരാട് പോലും ഇയ്യോബിൻ്റെ വീട്ടിലില്ലായിരുന്നു. സിമ്പിൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു ഒട്ടകം, ദൈവത്തിൻ്റെ കണ്ണു പതിക്കാത്ത ഒരു പശു, കാള, ഒരു സമ്പത്ത്, 1 രൂപ നോട്ട് ഇയ്യോബിന്റെ പക്കൽ ഇല്ലായിരുന്നു എന്ന് ലോകം അറിയേണ്ടതിനാ ആത്മാവ് അത് എഴുതി വച്ചിരിക്കുന്നത്. തൻ്റെ ഭക്തന്മാരുടെ വീട്ടിലുള്ളതിനും സകലത്തിനും ദൈവം കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേലിയും കെട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ലിസ്റ്റിൽപ്പെടാത്തതിന് വേലി വേണമെന്ന് പ്രാർത്ഥിച്ചാൽ വേലി കെട്ടുന്നതല്ല ദൈവം, ദൈവത്തിൻ്റെ കണക്കിലുള്ളതിന് ചുറ്റും അവൻ വേലി കെട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിഷ്കളങ്കന് ചുറ്റും ഒരു വേലി, നിർമ്മലന് ചുറ്റും ഒരു വേലി, ഹൃദയ പരാമാർത്ഥിക്ക് ചുറ്റും ഒരു വേലി, ദൈവകൃപ ചോർത്തിക്കളയാത്തവന് ചുറ്റും അഗ്നിമതിലായി അന്നും ഇന്നും വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം പറയുകയാണ് സമാധാനം. യേശു പറയുന്നു, എന്താ സമാധാനം? പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ എന്ന വെളിപ്പാടാണ് സമാധാനം. ഇനി യേശുവിൻ്റെ സമാധാനം. ഹല്ലേലൂയ. എന്താണ്? റോമാലേഖനം 16 അതിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, സമാധാനത്തിൻ്റെ ദൈവമോ. അറിയാവുന്ന വാക്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി പറയുന്നത് നിങ്ങൾക്കും ഒരുമിച്ച് പറയുവാൻ വേണ്ടിയാണ്. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ, അതാ സമാധാനം. സാത്താൻ കാലിൻ്റെ ചുവട്ടിലാന്ന് പറയുന്നത് ആ സമാധാനം. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. പിശാചെന്നെ വഞ്ചിച്ചു, പാമ്പെന്നെ പറ്റിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ പോരാട്ടമായിരുന്നു. കൃപയുള്ള ദാസനെ കിട്ടിയാൽ ആ ദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം, അതിനുവേണ്ടി കിട്ടാവുന്ന ഫോൺ നമ്പർ മുഴുവൻ തപ്പി നടക്കുന്നു. എൻ്റെ ദൈവദാസിദാസന്മാരെ, ഹല്ലേലൂയ, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ, സാത്താൻ നിന്റെ കാലിൻ്റെ കീഴിലാണെന്ന വെളിപ്പാടാണ് സമാധാനം. ഹല്ലേലൂയ. തലയ്ക്ക് മുകളിലെ ഉയർന്നു പോകുന്ന തിരമാലകൾ കണ്ട് ഭയപ്പെട്ട ശിക്ഷഗണത്തിന് ഇപ്പോൾ കാണുന്ന കാഴ്ച അതിനെ ചവിട്ടിമതിച്ചുകൊണ്ട് നടന്നു വരുന്ന ക്രിസ്തുവിനെയാണെങ്കിൽ അന്നും ഇന്നും ഞാനും കാണുന്നു. എന്നെ ഭയപ്പെടുത്തിയ, എന്നെ മുക്കിക്കളയുന്ന, എൻ്റെ തലയ്ക്ക് മുകളിൽ ഹല്ലേലൂയ ഉയർന്നു പൊങ്ങുന്ന ഓളങ്ങളും തിരമാലകളും എൻ്റെ തലയ്ക്ക് മുകളിലെല്ലാം ഞാൻ കാണുന്നത് ക്രിസ്തുനാഥൻ്റെ കാൽച്ചുവട്ടിലാണെങ്കിൽ അവൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന എനിക്കും അത് അനുഭവമാണ്. ശത്രുവിനെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്നുള്ള വചനപ്രകാരം ഞങ്ങൾ ആത്മാവിൽ കാണുന്നു. പിശാച് ഞങ്ങളുടെ കാൽച്ചുവട്ടില. ഈ തിരിച്ചറിവ് സമാധാനം. ഹല്ലേലൂയ. രോഗം വരുമ്പോൾ ഹല്ലേലൂയ അതിൽ പതറിപ്പോകരുത്. അത് എൻ്റെ കാൽച്ചുവട്ടിലാണെന്ന വെളിപ്പാടുണ്ടായിരിക്കണം.
ഈ 2023 മടങ്ങിപ്പോകുന്നത് ഈ വെളിപ്പാടോടായിരിക്കണം. ശത്രു ഉയർത്തിയ സകല ആരവങ്ങളും ആയുധങ്ങളും അവൻ്റെ സകല ആക്രോശങ്ങളെയും ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു, ശരിയാ, കണ്ണുകൊണ്ട് കണ്ടു, പക്ഷെ അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം എൻ്റെ കാൽ ചുവട്ടില. ഈ വെളിപ്പാട് അകത്ത് കയറിയ ദൈവമക്കൾക്ക് ആത്മാ വിളിച്ചു പറയാം, എൻ്റെ സമാധാനം എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, യേശുവിൻ്റെ സമാധാനം. ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ ഒരു സുവിശേഷ പ്രസംഗം എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, കലുഷിതമായ ജീവിതത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ എത്തും പിടിയും കിട്ടാതെ ഈ പട്ടണത്തിലൂടെ നെടുകയും കുറുകയും നടക്കുമ്പോൾ കുടുംബത്തിനകത്ത് എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും ഇന്നും നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടവനായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷത്തിൻ്റെ മാധുര്യമേറിയ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നു. ക്രിസ്തുവിനെ അറിയൂ. നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം അത് ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത സമാധാനമാണ്. യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ഈ സമാധാനം ലഭിക്കത്തുള്ളൂ. ഇന്ന് തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അലറിക്കേറി പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ആവേശത്തോടെ പാട്ട് പാടുന്നത്. ഇല്ലാതെ ആരോഗ്യത്തിൻ്റെ കൂടുതലുള്ളത് കൊണ്ടോ പണത്തിൻ്റെ പെരുപ്പമുള്ളത് കൊണ്ടോ അല്ല. വല്ലവിധേനയും ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ച ദിവ്യ സമാധാനത്തെ അതരമുയർത്തിയും കരമുയർത്തിയും നൃത്തം ചെയ്തും ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ഞങ്ങളുടെ ഉള്ളിലൊരു തിടുക്കമുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മുടെ സമാധാനം. എൻ്റെ സമാധാനം എന്ന് പറയുന്നതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ ഉറവിടം. ആ സമാധാനം അറിയണമെങ്കിൽ ക്രൂശിലോട്ട് പോകണം. 33 തിരുവയസ്സിൽ കാൽവരിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന് ഭൂമിക്കും മധ്യേ യേശു കിടക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടാട്ട്. പ്രൈസ് ദി ലോർഡ്. 2 വിശ്വാസികളുടെ നടുവിൽ ഇരുന്നിട്ട് സമാധാനമില്ലാത്തവരാണ് നമ്മൾ. യേശു എവിടെ കിടക്കുന്നത്? 2 ദോഷപ്രവർത്തിക്കാരുടെ കള്ളന്മാരുടെ നടുവിൽ. അവിടെ യേശു പ്രകടിപ്പിച്ച സമാധാനമാണ് യേശുവിൻ്റെ സമാധാനം. അവൻ്റെ കയ്യിലേക്ക് ആണികൾ കൂർത്തു കയറുന്നുണ്ട്. തലയിൽ മുൾക്കീരിടം ആഞ്ഞടിച്ച് കോലുകൊണ്ടടിച്ച് തലയോട് പിളർന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. മുഖത്തെ രോമം പിച്ചിപ്പറിച്ച് മാംസങ്ങൾ അടർന്നു മാറിയിട്ട് ഹല്ലേലൂയ, ആ സൗന്ദര്യ സമ്പൂർണനായ ക്രിസ്തുവിനെ നോക്കി ഇന്ന് രാവിലെ കർത്താവിൻ്റെ തിരുമേശയുടെ സമയത്ത് യെശയ്യാ പ്രവാചകൻ 700 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ദർശനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവന് രൂപഗുണമില്ല, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചിനുമായിരുന്നു. ആ സുന്ദര രൂപനായ ക്രിസ്തുവിനെ നോക്കി പറയുന്നു, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ വിരൂപനായി. ഹല്ലേലൂയ. പക്ഷേ യേശുവിന് സമാധാനമാ. എന്താ കാരണം? ഒരു വെളിപ്പാടാണ് ഈ സമാധാനം. സമാധാനത്തിന് ഉറവിടം നിങ്ങൾ അറിയണം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ആ കൂർത്തുമൂർത്ത ആണി കയ്യിലേക്ക് കയറുമ്പോൾ യേശുവിനറിയാം ഇതിന് 3 ദിവസത്തെ ആയുസേ ഉള്ളെന്ന്. ഹല്ലേലൂയ. ഇന്നിവിടെ കൂർത്തുമൂർത്തി ആണിയാണെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ 7 നക്ഷത്രം വലങ്കയിൽ പിടിക്കേണ്ട കയ്യാ. ഇത് തിരിച്ചറിയുമ്പോഴാ സമാധാനം. റീബാന ഹഥരാധകന. ഇന്ന് തലയിൽ മുൾക്കിരീടമാണെങ്കിൽ രാജമുടി വെച്ച് ഞാൻ പുറത്തു വരും എന്നുള്ള ഉറപ്പാണ് യേശുവിൻ്റെ സമാധാനം. ഇന്ന് അവർ എൻ്റെ കണ്ണ് കെട്ടി തല്ലിയാൽ 3-ാം നാൾ അഗ്നിജാലക്കപ്പ കണ്ണായി ഞാൻ പുറത്തു വരും എന്ന വെളിപ്പാടാണ് സമാധാനം. ഹല്ലേലൂയ. എൻ്റെ കാലവർ ആണി കൊണ്ട് തുളച്ചു കയറ്റിയാൽ ഇത് വെള്ളോടിന് സദൃശമായ കാലായി ഞാൻ പുറത്തു വരും എന്ന തിരിച്ചറിവാണ് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നവർ എൻ്റെ ചങ്ക് കുന്തം കൊണ്ട് കുത്തിത്തുളച്ചാൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഞാൻ വെളിപ്പെട്ടു വരും എന്ന വെളിപ്പാടാണ് സമാധാനം. ഇന്നവർ എൻ്റെ മുഖത്തെ രോമം പിച്ചിപ്പറിച്ചാൽ 1000 സൂര്യനെ വെള്ളുന്ന വെളിച്ചത്തോടെ അവൻ്റെ മുഖം ശോഭിക്കും എന്ന വെളിപ്പാടാണ് സമാധാനം. ഹല്ലേലൂയ. അവർ എനിക്ക് കയ്പ് കാടി കുടിക്കാൻ തന്നാൽ ഇരുവായ്ത്തരിയുള്ള വാളായി വചനമായി എൻ്റെ നാവ് പുറത്തു വരും എന്ന വെളിപ്പാടാണ് സമാധാനം. ഹല്ലേലൂയ. അവർ എൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞ് എന്നെ അർത്ഥനഗ്നനായി ആക്ഷേപിച്ചാൽ ഹല്ലേലൂയ, വെളുത്ത നിലയങ്കി ധരിച്ചുകൊണ്ട് തേജസ് പൂർണ്ണനായി ഞാൻ പുറത്തു വരുമെന്ന വെളിപ്പാടാണ് സമാധാനം. ഇനി നമുക്ക് ചേർത്ത് പറയാം പൗലോസിനോട്, എന്താ സമാധാനം? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച. എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷമുണ്ട്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്ക് ഞങ്ങളൊരു പേരിട്ടു, സാരമില്ല. ആദരമുയർത്തി ഒന്ന് പറയാമോ?
സാരമില്ല. പ്രശ്നത്തിൻ്റെ പേര് മനസ്സിൽ പറഞ്ഞാൽ മതി, പക്ഷേ ആദരം കൊണ്ട് പുറത്തു വരേണ്ടത് ഇതാണ്: സാരമില്ല, എൻ്റെ രോഗം സാരമില്ല. എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഞങ്ങളിൽ വെളിപ്പെടുവാനുള്ള ദൈവമഹത്വം വിചാരിച്ചാൽ, ഞങ്ങൾ അണിയാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ, ഞങ്ങൾ ധരിക്കാൻ പോകുന്ന കിരീടം വിചാരിച്ചാൽ, ഞങ്ങൾ മുറുകെ പിടിക്കാൻ പോകുന്ന പ്രതിഫലം വിചാരിച്ചാൽ, ഞങ്ങൾ നടക്കുവാൻ പോകുന്ന പൊന്മണിമലൽ വാതിലുകൾ വിചാരിച്ചാൽ, ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്ന നിത്യത വിചാരിച്ചാൽ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഓ രബാന, എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? സാരമില്ല, സാരമില്ല. ഇന്നത്തെ എൻ്റെ രോഗം സാരമില്ല, ഇന്നത്തെ എൻ്റെ വേദന സാരമില്ല. അല്പകാലത്തേക്കുള്ള, നൊടി നേരത്തേക്കുള്ള ഈ സങ്കടം ലഘുവാണ്. നിത്യ തേജസ്സിന്റെ ഘനം എന്നെ അണിയിക്കാൻ പോകുന്നത് ഓർക്കുമ്പോൾ ഈ മണ്ണിലെ ഒന്നും സാരമില്ല.